പെട്ടെന്ന് ആദർശിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജ് എടുത്തു നോക്കിയപ്പോഴാണ് ഒരു വീഡിയോ ആണെന്ന് മനസ്സിലായത്. ആ വീഡിയോ ആദർശ് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളാണ്. അതായത് അനാമിക അനന്തപുരിയിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല കള്ളത്തരങ്ങളുടെയും വീഡിയോ ക്ലിപ്സ് ഓരോന്നോരോന്നായിട്ട് ആദർശിന്റെ ഫോണിലേക്ക് ആരോ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ പാടെ തന്നെ ആദർശ് നേരെ പോകുന്നത് അനാമികയുടെ വീട്ടുകാരെ കുറിച്ച് ഒരു അന്വേഷണം നടത്താനാണ്. തനിക്ക് എവിടെയോ തെറ്റുപറ്റിയെന്ന് ആദർശിന് മനസ്സിലാകുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ പാടെ തന്നെ ആദ്യം നേരെ അറിയിക്കുന്നത് നയനയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും അനാമികയുടെ വീട്ടുകാരെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ച് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷണം ചെന്നെത്തുന്നത് ഞെട്ടിക്കുന്ന പല സംഭവങ്ങളിലേക്കുമാണ്. അങ്ങനെ ഇവരുടെ അന്വേഷണത്തിൽ വ്യക്തത വരാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി നിൽക്കുകയാണ് ആദർശ്. എന്തായാലും അനിയുടെ ജീവിതം നശിച്ചു എന്നുള്ളത് ആദർശിനും നയനിക്കും വ്യക്തമായി. ഈ വിവരം നേരെ ചെന്നവർ പറയുന്നത് അറിയേണ്ട ആളോട് തന്നെയാണ് കേട്ടോ. ജാനകിയോടാണ് ഈ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായി തന്നെ പറയുന്നത്. ജാനകി ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാതെ നിൽക്കാണ്. എന്നാൽ തെളിവ് സഹിതം ജാനകിക്ക് എല്ലാം കാണിച്ചു കൊടുക്കാണ് ആദർശും നയനിയും. ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ഓഫീസിലേക്ക് റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുന്ന ആദർശിനെയാണ്. അപ്പൊ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഇന്നേ 1-2 ക്ലയൻസ് വരുമെന്ന് പറഞ്ഞതല്ലേ, അഥവാ ഞാൻ വരച്ച ഡിസൈൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? കോടികളുടെ നഷ്ടമല്ലേ മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നീ വരച്ചതേ ഏതൊരു ക്ലയന്റിനും ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും എനിക്ക് ഉറപ്പാ നീ വരച്ച ഡിസൈൻസ് അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. അങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ട ആദർശേട്ടാ, എപ്പോഴും ഒരുപോലെ ആയിക്കോളണമെന്നില്ല. എനിക്കെന്തോ ഒരു പേടി. നയനെ, എനിക്കില്ലാത്ത പേടി എന്തിനാ നിനക്ക്? ഇനിയിപ്പോ ക്ലയൻസിന് ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കട്ടെ, അതിനെന്താ കുഴപ്പം? ഒന്നെങ്കിൽ നമ്മൾ മാറ്റി വരച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ പോട്ടേന്ന് വെക്കണം. എന്തായാലും ഇതിലേക്കൊന്നും കാര്യം എത്തില്ലെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ സമയത്താണ് ആദർശിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നത്. മെസ്സേജ് വന്ന പാടത്തേനെ ആദർശ് അത് എടുത്തു നോക്കുന്നുണ്ട് കേട്ടോ. ആരാ ആദർശേട്ടാ? ആരാന്നറിയില്ല, ഒരു നമ്പർ, ഒരു വീഡിയോ വിട്ടിട്ടുണ്ട്. ഇതും പറഞ്ഞ് ആദർശ് ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാൻ കേട്ടോ. ആ സമയത്ത് ഞെട്ടിക്കുന്ന പല സംഭവങ്ങളാണ് ആദർശ് അതിൽ കാണുന്നത്. ആദർശേട്ടാ എന്താ വീഡിയോ? നയനെ, നീ ഇതൊന്ന് നോക്കി. ഇതും പറഞ്ഞ് ആദർശ് ആ വീഡിയോ നയനയ്ക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. നയനം ആ വീഡിയോ കണ്ട പാടത്തന്നെ ആകെ ഡെസ്പാവാണ്. ആദർശേട്ടാ, അനാമികയല്ലേ ഇത്? അയ്യോ, അനാമികയെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ? എന്താ ചെയ്താൽ? നമ്മളെല്ലാവരും അവരെ സംശയിച്ചിരുന്നില്ലേ? അപ്പോ അവള് തന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിന് കാരണക്കാരി. അന്നേ അനി പറഞ്ഞതാ ഈ ബന്ധം വേണ്ടായിരുന്നു എന്ന്. അന്നൊന്നും ഇവളെ കുറിച്ച് അന്വേഷിച്ചില്ല. ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ചെറിയമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ വലിയ താല്പര്യമായിരുന്നു. എന്റെ അമ്മയെ തന്നെ ഇവള് കൊല്ലാൻ നോക്കി. അല്ല ആദർശേട്ടാ, ഇതാരാ വിട്ടെന്നത്? അത് ഞാൻ നോക്കി നയനെ, ഇതിലെ നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആദർശേട്ടാ, എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ വീട്ടിലുള്ള ആരോ തന്നെയാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത്. അയാൾക്ക് എന്തായാലും ഇത് പബ്ലിഷ് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാ ഇത് അധികം വൈകിക്കാതെ ആദർശേട്ടന്റെ ഫോണിലേക്ക് എത്തിയത്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയനെ, ഇതെല്ലാരും അറിയണം, പ്രത്യേകിച്ച് ചെറിയമ്മയാണ് അവൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. ആദർശേട്ടാ, അത് വേണ്ട. ഇപ്പോ ഇതുപോലൊരു വീഡിയോ ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ആരെയും മനഃപൂർവ്വം നമ്മൾ കുറ്റപ്പെടുത്തരുത്. എന്നാലും നയനെ, ഇതെങ്ങനെ വിശ്വസിക്കാതിരിക്കാനല്ല ആദർശേട്ടാ പറഞ്ഞത്. എനിക്കെന്തോ അവൾക്ക് പിന്നിൽ പല രഹസ്യങ്ങളുണ്ടെന്നാ തോന്നുന്നത്. അതാദ്യം നമ്മൾ കണ്ടെത്തണം. എന്ത് രഹസ്യങ്ങള്? അത് പിന്നെ നവ്യേച്ചയും നന്ദുവും ഒക്കെ പറഞ്ഞതാ. എനിക്കും ആ സംശയം ഇല്ലാതില്ല. പക്ഷേ വെറുതെ ഒരു വിഷയം വേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഇത് ആരോടും പറയാഞ്ഞത്. എന്താ നയന നീ പറയുന്നത്? തെളിയിച്ച് പറ. വേറൊന്നുമല്ല ആദർശേട്ടാ, അനിക്ക് അനാമിക ഇഷ്ടമല്ലായിരുന്നല്ലോ. അനാമികയാണ് ഈ വീട്ടിലോട്ട് കയറി വരാൻ അതിയായിട്ട് ആഗ്രഹിച്ചത്. അതിന്റെ പിന്നിൽ അനിയുടെ കവിത ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അനിയുടെ ആരാധികയോ ആയിട്ടല്ല. പകരം മറ്റെന്തോ ആഗ്രഹിച്ച അവൾ ഈ വീട്ടിലോട്ട് വന്നിട്ടുള്ളത്. അത് പലതവണ എന്റെ ചേച്ചിയും നന്ദുവും അനിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതുവരെ നമ്മളത് സീരിയസ് ആക്കി എടുത്തിട്ടില്ല. നമ്മുടെ അനിയുടെ ജീവിതം ഇത്, അവന്റെ ജീവിത പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഇതിനെ സീരിയസ് ആക്കി എടുത്തേ പറ്റൂ. അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അവൾ അറിയാവുന്ന പലരോടും അന്വേഷിക്കണം. അതെ നയനെ, കല്യാണത്തിന് നമ്മൾ കൂടുതലൊന്നും അന്വേഷിക്കാതെയാ ഈ ബന്ധത്തിന് നിന്നത്. അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും അവരുടെ ഭാഗത്തുണ്ട്. നയനെ, നമുക്ക് ഇന്ന് തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. തൽക്കാലം ഇന്ന് ക്ലയൻസിനെ അഭിയും അനിയും കാണട്ടെ. അങ്ങനെ ആ ഡിസൈൻസ് ഒക്കെ നയനയും ആദർശം കൂടി അനിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും അനാമികയുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ആദ്യം തന്നെ അവര് പോകുന്നത് അനാമികയുടെ വീടിന്റെ ചുറ്റുവട്ടത്താണ്. ആദർശേട്ടാ, ഇവിടെ ഒന്ന് നിർത്തിക്കേ. ദേ, ആ കടയിലെ, ഈ കടയുടെ ഓപ്പോസിറ്റുള്ള റോഡിലല്ലേ അവരുടെ വീട്. നമുക്ക് ഈ കടയിലൊന്ന് അന്വേഷിച്ചാലോ? അവർക്ക് അവരെ കുറിച്ച് അറിയാതെ ഇരിക്കില്ലല്ലോ. അത് ശരിയാ, ഞാൻ കാറൊന്ന് ഒതുക്കട്ടെ. അങ്ങനെ ആദർശ് കാർ ഒരു സൈഡിലേക്ക് ഒതുക്കുന്നുണ്ട്. എന്നിട്ട് നയനയും ആദർശും കൂടി ആ കടയിലേക്ക് ചെല്ലുകയാണ്. ആദർശിനെ കണ്ട പാടത്തിന് കടക്കാരൻ പറയുന്നുണ്ട്, സർ എന്താ വേണ്ടത്? അപ്പൊ ആദർശ് പറയുന്നുണ്ട്, പറയാ ചേട്ടാ. നയനെ, നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കുടിച്ചിട്ട് അന്വേഷിക്കുന്നതാ നല്ലത്. നിനക്ക് ടീയോ കോഫിയോ മറ്റോ വേണോ? എനിക്ക് ചായ മതി ആദർശേട്ടാ. ചേട്ടാ, ഒരു ടീയോ ഒരു കോഫി. കടയിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇവർക്ക് ചായ എടുത്തോണ്ടിരിക്കുന്ന സമയം തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്,
ചേട്ടാ ഈ വഴിയിൽ ഒരുപാട് വീടുകളുണ്ടോ? ഏത്, ഈ വഴിയിലാണോ? അതെ ചേട്ടാ. ഈ വഴിയിൽ ഒരു 3-4 വീടുണ്ട്. ചേട്ടൻ അവിടെ ഉള്ളവരൊക്കെ അറിയോ? അതെന്ത് ചോദ്യാ, പിന്നെ അറിയാതെയാണോ? അവിടെയുള്ളവരൊക്കെ ഇങ്ങോട്ടല്ലേ ചായ കുടിക്കാൻ വരാറ്. അത് മാത്രമല്ല ഇവിടുന്ന് മലക്കറിയൊക്കെ വാങ്ങാറ്. അപ്പോ ചേട്ടൻ ഈ വേണുവിനറിയോ? ഏത്, തരികിട വേണുവോ? അപ്പൊ നയന പറയുന്നുണ്ട്, അത് പിന്നെ ചേട്ടാ, ഈ തരികിട വേണു എന്ന് പറഞ്ഞാൽ ആരാ? ആ വഴിക്ക് 2 വേണുണ്ട്. ഒന്നൊരു കോടീശ്വരനാ, മറ്റേതിന്റെ കാര്യം പറയുന്നു വേണ്ട, അയാൾ ഒരു തരികിടയാ. അപ്പൊ നയന പറയുന്നുണ്ട്, ആ പണക്കാരനായിരിക്കോ അനാമികയുടെ അച്ഛൻ? അപ്പൊ ആ ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഏത് വേണുവിനെ അന്വേഷിക്കുന്നത്? അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അത് പിന്നെ ഒരു മോളേ ഉള്ളൂ അവർക്ക്. അപ്പൊ നയന പറയുന്നുണ്ട്, ഭാര്യയുടെ പേര് രേവതി. ഓ, ഞാൻ പറയുന്നത് അവരെ തന്നെ. ആ തരികിട വേണുവിന്റെ ഭാര്യയാണ് ഈ രേവതി. ഇവർക്ക് 2 പേർക്കും ഒരു കുനിഷ്ട് പിടിച്ച മോളുണ്ട്. ആട്ടെ, നിങ്ങൾക്ക് എന്തിനാ അവരെ? അപ്പൊ നയന പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോ ഇതുവഴി എവിടെയോ ആണ് അവരുടെ വീടെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ ആ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, അയ്യോ, ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞ വിവരം അവന്റെ ചെവിയിൽ എത്തിച്ചേക്കരുതേ. അവന്റെ പെണ്ണും പിള്ളയും കൂട്ടി ഇവിടുന്ന് ചായ കുടിച്ച് ഇവിടെ ഒരു 50,000 രൂപ തന്നെ ചായക്കും കടിക്കും തരാനുണ്ട്. അതും കൂടി അവൻ തരാതെയാകും. അതുകൊണ്ടാ പറയരുതെന്ന് പറഞ്ഞത്, അല്ലാതെ അവൻ ഇവിടെ ആർക്കും പേടിയൊന്നുമില്ല. ഞങ്ങൾ ആരോട് പറയുന്ന ചേട്ടാ, ഞങ്ങൾ കുറെ മുൻപുള്ള പരിചയക്കാരാ, ഇപ്പം വലിയ പരിചയമൊന്നുമില്ല. ഇത് കേട്ടപ്പോ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഒന്നിങ്ങ് വന്നേ. എന്താ നയനെ? ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ഇവർ 2 പേരും ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ഇതെങ്ങനെ ഉറപ്പിക്കും നമ്മുടെ അനാമികയാണെന്ന്? എന്തായാലും ഉറപ്പിക്കാന്, പകുതി മുക്കാൽ ഉറപ്പായില്ലേ, ഒരേ ഒരു മോള്. പിന്നെ ഇവളുടെ അമ്മയുടെ പേര് രേവതി എന്നല്ലേ? എന്നാലും ആദർശേട്ടാ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇയാള് വലിയ ബുക്ക് സ്റ്റാളിന്റെ ഉടമയാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞ് പറ്റിച്ചാ അയാൾ ആ വീട്ടിലോട്ട് മോളെ കിട്ടിച്ചു വിട്ടത്. അപ്പൊ നയന പറയുന്നുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടാ. പലതും മനസ്സിലിങ്ങനെ തോന്നുമ്പോൾ അതൊന്നും സത്യമാവരുതെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇതൊക്കെ സത്യമാണെന്ന് അറിയുമ്പോൾ അനിയുടെ അവസ്ഥ ആലോചിച്ചിട്ടാ. അത് തന്നെ എനിക്ക് നയനെ. ആദർശേട്ടാ നമുക്കൊന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യണം. അതിന് എൻ്റെ കയ്യിൽ അനിയുടെ കല്യാണ ഫോട്ടോ ഉണ്ട്, അതൊന്ന് കാണിച്ചു കൊടുത്താലോ? ഇനി അതും കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. അതും പറഞ്ഞ് നയനയും ആദർശും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടാ ഞങ്ങളൊരു ഫോട്ടോ കാണിച്ചു തരാം, ഇവര് തന്നെയാണോ ഈ പറഞ്ഞ വേണമെന്നൊന്ന് കൺഫേം ചെയ്യണം. അതിനെന്താ, കൊച്ചു കാണിച്ചോ? അല്ല, നിങ്ങൾ വല്ല പോലീസുകാരോ മറ്റോ ആണോ? അതൊന്നും അല്ല ചേട്ടാ, ഞങ്ങൾ പറഞ്ഞ ആളെ തന്നെയാണ്, ഇതൊന്ന് നോക്കാനാ. അപ്പൊ നയന ബാഗിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ആ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ആ പറ്റിക്കൽ വേണു, അവന്റെ മകളായത്. അല്ല, ഇവന്റെ മകൾ ഏതോ ഒരു കോടീശ്വര കുടുംബത്തിക്ക് വിവാഹം കഴിച്ചത്. അല്ല, ആ വാർത്ത ഇവിടെ മൊത്തത്തിൽ അറിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞല്ലോ ആ വീട്ടുകാരെ പറ്റിച്ചതാണെന്ന് എന്നെ പറയാം. ആ കല്യാണത്തിന് വാങ്ങിക്കൂട്ടിയ കാശിൽ ഇനിയും അവൻ എനിക്ക് തരാനാ. എന്ത് ചെയ്യാനാ, കൊടുത്തു പോയി എന്റെ വിധിയെന്നൊക്കെ പറയാം. എന്തായാലും ഇവർക്ക് സംഭവം കൺഫേം ആവാണ് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയനെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോവാം. ഇതും പറഞ്ഞ് ഇവർ 2 പേരും കാറി കയറുന്നുണ്ട്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയനെ നമ്മൾ ഇനി അനന്തപുരിയിലോട്ടല്ല പോകുന്നത്, നേരെ ആ അനാമികയുടെ വീട്ടിലോട്ടാ. അവളുടെ അച്ഛനും അമ്മയോടും ചിലതൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്. ആദർശേട്ടാ വെറുതെ ഒരു പ്രശ്നമാക്കണ്ട, ഇത് നമ്മൾ അറിഞ്ഞതറിഞ്ഞു, ഇനി ആരും അറിയണ്ട. തൽക്കാലം നമ്മൾ അറിഞ്ഞ കാര്യം അനാമിക മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാലോ? എന്ത് മാറ്റം വരാൻ നയനെ? നമ്മളിങ്ങനെ കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നതാ ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം. ഇതവളുടെ അച്ഛനും അമ്മയോടും ആദ്യം ചോദിച്ചേ പറ്റൂ. എന്നാലും ആദർശേട്ടാ, നയനെ നീ ഇനി ഒന്നും പറയണ്ട, എല്ലാം നമ്മൾ മൂടി വെക്കുന്നതാ. അവർക്കൊക്കെ ഇനിയും വീണ്ടും കുറ്റങ്ങൾ ചെയ്യാനുള്ള വളം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതും പറഞ്ഞ് ആദർശം നേരെ അനാമികയുടെ വീട്ടിലോട്ടാണ് കേട്ടോ കാർത്തിരിക്കുന്നത്. ആ സമയത്ത് അനാമികയുടെ അച്ഛനും അമ്മയും എങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോഴാണ് അനന്തപുരിയിലെ കാർ അങ്ങോട്ട് തിരിക്കുന്നത് കാണുന്നത്. അപ്പൊ വേണു പറയുന്നുണ്ട്, അയ്യോ അനന്തപുരിയിൽ നിന്നാണല്ലോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, വേണുവേട്ടാ ആ ആദർശം അവന്റെ പെണ്ണും പിള്ളയാ. ഇവരെന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ മോൾ നമ്മളെ വിളിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ആദർശേട്ടാ ഇവർക്ക് ഒരു ചായയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ അടുക്കളയിൽ ഇച്ചിരി പഞ്ചസാര പോലും ഇല്ല. നീ മിണ്ടാതിരിക്കും രേവതി, ഇതെന്തെങ്കിലും പറഞ്ഞ് തിരിച്ചു വിടാൻ ഞാൻ നോക്കാം. വരണം ആരൊക്കെ ഇത്? ആ സമയത്ത് മാസായിട്ട് ആദർശ് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. ഇത് കേട്ടപ്പോൾ രേവതിയും വേണുവും പരസ്പരം മുഖത്തോട്ട് നോക്കുകയാണ് കേട്ടോ. നിങ്ങൾ പരസ്പരം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ നയന പറയുന്നുണ്ട്, നിങ്ങളൊരു അച്ഛനും അമ്മയാണോ? മകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിങ്ങൾ അവളെ വളർത്തി വഷളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വേണുവിന് തോന്നുന്നുണ്ട് അവിടെ എന്തോ പ്രശ്നമായിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ വേണു കുറെ ആറ്റിറ്റ്യൂഡ് ഇട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങളുമായിട്ടാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾക്കത് പൊച്ചമാണ്. കാരണം ഞങ്ങളുടെ മകളെ ഞങ്ങൾ പറഞ്ഞയച്ചതേ വേണ്ടിയത് കൊടുത്തിട്ടും അന്തസ്സായിട്ടുവാ. എന്നാൽ വളഞ്ഞ വഴിയിലൂടെ വന്നവരൊന്നും ഇത് പറയാൻ അർഹതയില്ലാത്തവരാ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഒന്ന് നിർത്തടൂ, തനിക്ക് ഇപ്പൊ ഈ ബഹുമാനം തരേണ്ട ആവശ്യമില്ല. എന്നാലും എന്നേക്കാൾ മുതിർന്ന ആളാണെന്നല്ലോ കരുതിയിട്ട് മാത്രമാണ് ഇത്രയും ബഹുമാനം തരുന്നത്. താൻ ഞങ്ങളെ നല്ല രീതിയിൽ പറ്റിച്ചു അല്ലേ? എന്താ രേവതി, ഇതെന്തൊക്കെയാ ആദർശമോ പറയുന്നത്? അയ്യോ മോൻക്കിത് എന്തു പറ്റി?
ആ സമയത്ത് വേണുവിന് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നിർത്തണം നിങ്ങളുടെ അഭിനയം, മതി കുറെ കള്ളക്കഥകൾ ഉണ്ടാക്കിയത്. നിങ്ങൾ ആരാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാ എന്റെ ഇങ്ങോട്ടുള്ള വരവ്. എന്തായാലും ഇനി അനന്തപുരിയിലോട്ടാ ചെല്ലുന്നത് നിങ്ങളുടെ സുഖവിവരം അറിയിക്കാൻ വേണ്ടിയിട്ട്. ആ കല്യാണ മുഹൂർത്ത സമയത്ത് എനിക്ക് തോന്നിയതാ നിങ്ങളൊരു നല്ല ഉടായിപ്പാണെന്നുള്ളത്. പക്ഷേ ആ സമയത്ത് ഞാനത് വിശ്വസിച്ചില്ല. അതെന്റെ തെറ്റ്. ആ കല്യാണം നടക്കേണ്ടത് എന്റെ കൂടി അത്യാവശ്യമായിപ്പോയി. അതുകൊണ്ട് മാത്രം ഞാനത് കണ്ടില്ലെന്ന് വെച്ചത്. നിങ്ങളുടെ വലിയ സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യം പറഞ്ഞ് ഏത് നേരം നയനയുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്താറുണ്ടല്ലോ. അതിന്റെ ഒരു 7 അകലത്ത് പോലും നിങ്ങൾക്ക് നിൽക്കാൻ യോഗ്യതയില്ല. മോനെ ആദർശേ, മിണ്ടരുത്. നിങ്ങൾ ചെയ്ത തെറ്റാലോചിക്കുമ്പോൾ നിങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടതാ. ഒരു കാര്യം ഓർത്തോ, നിങ്ങളുടെ മകൾ ഇനി നല്ലപോലെയല്ല അനന്തപുരിയിൽ തുടരുന്നെന്നുണ്ടെങ്കിൽ അനി എടുക്കുന്ന തീരുമാനത്തോട് ഞങ്ങൾ കൂട്ടുനിൽക്കും. എന്നേക്കാൾ മുതിർന്ന ഒരാളായിപ്പോയി. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തല്ലി ചതച്ചേനെ. നയനെ വാ. അപ്പൊ വേണു പറയുന്നുണ്ട്, മോനെ ആദർശേ, ഇതൊന്നും പോയി അനന്തപുരിയിൽ പറയും, എല്ലാവരും അറിയണം. നയനെ നീ എന്താ നോക്കി നിൽക്കുന്നത്, കയറി വന്നിട്ട്. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. വിവരങ്ങളൊക്കെ ആദർശ അനന്തപുരിയിൽ അറിയിക്കുന്നുണ്ട്. എന്തായാലും ആ കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.